ഹനാൻ ഷാ എന്ന് പറയുന്ന പുള്ളി ഇല്ലേ, ഞാൻ പുള്ളിയുടെ ഫാനൊന്നുമല്ല, പക്ഷെ എനിക്കിത് പറയണമെന്ന് തോന്നി കേട്ടാ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കെതിരെ വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഓ അങ്ങനെയാണല്ലേ. ഭയങ്കര വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ, പറയാതിരിക്കാൻ വയ്യ. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ഒരാള് ഒന്ന് പൊങ്ങി വരിക അല്ലെങ്കിൽ ഇതായിട്ട് വരിക എന്ന് തോന്നുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും കാണുന്ന ടിപ്പിക്കൽ കുശുമ്പെന്ന് മാത്രമേ അതിന് പറയാനുള്ളൂ. എടാ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയ. ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇയാൾക്ക് എന്താണ് വയ്യേ? ഹനാൻ ഷോയുടെ കുറച്ച് വികൃതികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സൂപ്പർ ഹിറ്റ് ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരും? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കും. നമ്മുടെ നാട്ടില് കുടുംബസംഗമത്തിൽ ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ. താരത്തിൽ പോയി കളിക്കടാ. ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഈ റൂമിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഈ പറയണ പോലെ നമുക്ക് വെളിയിലിരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്ന നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. സാധനം ചെവിയിൽ വെക്കണം, ഇന്നിയേഴ്സ്, അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ്, മൈക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ സ്പീക്കേഴ്സ്. ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്. മനസ്സിലായോ? അതിന് ഇത്ര ഹെയ്റ്റ് ക്യാമ്പയിനോ അഹങ്കാരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പുള്ളിയുടെ ആസ് ആൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ബേസിക് റിക്വയർമെന്റ് ആണ് അതൊക്കെ. അതെങ്ങനെ അഹങ്കാരമാവും ബ്രോ? ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചിരിക്കുന്നത്. DSLR വെച്ചിരിക്കുന്നത് എന്തിനാ? നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട് കൊടുക്കണം പുറത്തോട്ട്. അതുകൊണ്ടാണ് DSLR. അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയുടെ ഫേസ് ക്യാം മേടിച്ച് വെച്ചാൽ പോരായിരുന്നു? അത് ഉത്തരം പറ. അത് എന്തുകൊണ്ടാണ് ബ്രോ DSLR വെച്ചിരിക്കുന്നത്? ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ക്യാമറ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.